എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെയോ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് അക്കൗണ്ട് നമ്പർ ഉപയോഗിച്ചുകൊണ്ട് ഫോൺ പേയിലൂടെ എങ്ങനെ ക്യാഷ് സെൻഡ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അതിന് ആദ്യം ഫോൺ പേ ആപ്പ് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് ആക്ടിവേഷൻ ചെയ്തിരിക്കണം. അത് എങ്ങനെ ചെയ്യാമെന്നതിനെ കുറിച്ചൊരു വീഡിയോ ഞങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഫോൺ പേ ഉപയോഗിച്ചുള്ള ട്രാൻസാക്ഷനുകളെ സംബന്ധിച്ച മറ്റു വീഡിയോകളും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകളെല്ലാം ഉൾപ്പെട്ട പ്ലേലിസ്റ്റിന്റെ തമ്പനയിൽ ഈ വീഡിയോയുടെ അവസാനം സ്ക്രീനിൽ വരുന്നതാണ്. അതിൽ പ്രസ് ചെയ്ത് നിങ്ങൾക്ക് ആ വീഡിയോകൾ ഓപ്പൺ ചെയ്യാം. അതുപോലെ തന്നെ ഗൂഗിൾ പേ ആപ്പിനെ സംബന്ധിച്ച എല്ലാ വീഡിയോകളും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകളുടെ പ്ലേലിസ്റ്റും ഈ വീഡിയോയുടെ അവസാനം സ്ക്രീനിൽ കൊടുത്തേക്കാം. അതിൽ പ്രസ് ചെയ്ത് നിങ്ങൾക്ക് ആ വീഡിയോകൾ ഓപ്പൺ ചെയ്യാം. വളരെ യൂസ്ഫുള്ളായ ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. നിങ്ങളുടെ ലൈക്ക് ഞങ്ങൾക്കൊരു പ്രോത്സാഹനമാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വരുന്ന ബെല്ലൈക്കണിൽ പ്രസ് ചെയ്ത് അതിൽ കാണുന്ന ആൾ ബട്ടൺ കൂടി പ്രസ് ചെയ്തേക്കുക. അപ്പോൾ നിങ്ങൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ ഞങ്ങളുടെ വീഡിയോകൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എന്നാൽ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ആദ്യം ഫോൺ പേ ആപ്പിന്റെ ഐക്കണിൽ പ്രസ് ചെയ്ത് ഹോം പേജ് ഓപ്പൺ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ട് ഹോം പേജ് ഓപ്പൺ ചെയ്യുമ്പോൾ ഏറ്റവും മുകളിൽ രണ്ടാമതായിട്ട് ടു ബാങ്ക് UPI ID എന്നൊരു ഐക്കൺ കാണാം. അതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനൊരു സ്ക്രീൻ ഓപ്പൺ ആകും. അതിൽ ബാങ്ക് അക്കൗണ്ട്സ് എന്ന് കാണുന്നില്ലേ, അത് നമ്മൾ സെലക്ട് ചെയ്തിടണം. അങ്ങനെ സെലക്ട് ചെയ്തിടുമ്പോൾ ഇവിടെ താഴെ ആഡ് റെസിപ്പിയന്റ് ബാങ്ക് അക്കൗണ്ട് എന്ന് കാണാം. അപ്പോൾ അതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിൽ പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കുറേ ബാങ്കുകൾ ഏറ്റവും മുകളിൽ തന്നെ കാണാവുന്നതാണ്. അതിൽ നിങ്ങൾ ക്യാഷ് അയക്കേണ്ട ബാങ്ക് ഉണ്ടെങ്കിൽ അതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ സ്ക്രീൻ മുകളിലേക്ക് ഇങ്ങനെ നീക്കുമ്പോൾ ഇവിടെ ധാരാളം ബാങ്കുകളുണ്ട്. അതിൽ ഏതെങ്കിലും ഒന്നാണ് നിങ്ങളുടെ ബാങ്കെങ്കിൽ അതിലൊന്ന് പ്രസ് ചെയ്യുക. ഞാനിതാ ഇവിടെ കനറ ബാങ്ക് കാണുന്നു, അതിലൊന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ സ്ക്രീൻ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഏത് ബാങ്കാണോ പ്രസ് ചെയ്തത് ആ ബാങ്കിന്റെ നിങ്ങൾക്ക് ഏത് അക്കൗണ്ടിലേക്കാണോ ക്യാഷ് സെൻഡ് ചെയ്യേണ്ടത് ആ അക്കൗണ്ട് നമ്പറോ IFSC കോഡൊക്കെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എനിക്ക് കനറ ബാങ്കിലേക്കല്ല ക്യാഷ് സെൻഡ് ചെയ്യേണ്ടത്, അതുകൊണ്ട് ബാക്ക് അടിച്ച് ഞാൻ വീണ്ടും പ്രീവിയസ് പേജിൽ എത്തുകയാണ്. ഇനി മറ്റൊരു വഴി എന്തെന്ന് വെച്ചാൽ ഏറ്റവും മുകളിൽ സെർച്ച് ബൈ ബാങ്ക് നെയിം എന്ന് കാണുന്നില്ലേ, അതിലൊന്ന് പ്രസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് ബാങ്കിലേക്കാണോ ക്യാഷ് സെൻഡ് ചെയ്യേണ്ടത് ആ ബാങ്കിന്റെ നെയിം ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എനിക്ക് SBIയിലേക്കാണ് ക്യാഷ് സെൻഡ് ചെയ്യേണ്ടത്. ഞാനിവിടെ സ്റ്റേറ്റ് ബാങ്ക് എന്ന് ടൈപ്പ് ചെയ്തപ്പോൾ തന്നെ ഇവിടെ താഴെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് വന്നു കഴിഞ്ഞു. ഇനി അതിൽ പ്രസ് ചെയ്യുകയാണ്. ഇനി ഇവിടെ അക്കൗണ്ട് നമ്പർ എന്ന് കാണുന്നില്ലേ, അവിടെ എനിക്ക് SBIയുടെ ഏത് അക്കൗണ്ട് നമ്പറിലേക്കാണോ ക്യാഷ് സെൻഡ് ചെയ്യേണ്ടത് ആ അക്കൗണ്ട് നമ്പർ ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്നു. അത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് താഴെ IFSC എന്ന് കാണുന്നില്ലേ, അവിടെ ഓട്ടോമാറ്റിക്കായി തന്നെ ചിലപ്പോൾ IFSC കോഡ് വന്നേക്കാം. ഇനി അങ്ങനെ വരുന്നില്ലെങ്കിൽ നിങ്ങൾ ആ അക്കൗണ്ട് നമ്പറിന്റെ IFSC കോഡ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ താഴെ നെക്സ്റ്റ് എന്നൊരു ബട്ടൺ ഇതുപോലെ വരുന്നതാണ്. അതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അടുത്ത പേജിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. നമ്മൾ സാധാരണഗതിയിൽ ഇവിടെ അക്കൗണ്ട് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ താഴെ IFSC നോട്ട് റിക്വയർഡ് ഓട്ടോമാറ്റിക്കലി സെലക്റ്റഡ് ഫോർ ദിസ് ബാങ്ക് അക്കൗണ്ട് എന്നാണ് കാണിക്കുക. അപ്പോൾ അതിന് താഴെയായി നെക്സ്റ്റ് ബട്ടൺ ആക്ഷനിലായിരിക്കും ഉണ്ടായിരിക്കുക. എന്നാൽ അതേസമയം ഇവിടെ IFSC എന്ന് മാത്രമാണ് കാണിക്കുന്നതെങ്കിൽ നമ്മൾ അവിടെ IFSC കോഡ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രമേ നെക്സ്റ്റ് ബട്ടൺ ആക്ഷനിൽ ആവുകയുള്ളൂ. അപ്പോഴേ നമ്മൾ അതിൽ പ്രസ് ചെയ്താൽ അടുത്ത പേജിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. എനിക്ക് രണ്ട് രീതിയിലും വന്നതുകൊണ്ടാണ് ഞാൻ ആ കാര്യം ഇവിടെ സൂചിപ്പിച്ചത്. അപ്പം ഞാൻ നെക്സ്റ്റ് ബട്ടണിൽ പ്രസ് ചെയ്തു. അപ്പോൾ ആ അക്കൗണ്ട് ഹോൾഡറുടെ നെയിം ഇതുപോലെ വരുന്നതാണ്. ഞാനിവിടെ എൻ്റെ അക്കൗണ്ട് നമ്പർ തന്നെയാണ് ടൈപ്പ് ചെയ്ത് കൊടുത്തത്. ഇനി അതിന് നേരെ താഴെയായിട്ട് പ്രൊസീഡ് ടു പേ എന്നൊരു ബട്ടൺ കാണുന്നില്ലേ, അതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഏറ്റവും താഴെയായി എൻ്റർ എമൗണ്ട് എന്ന് കാണുന്ന ഭാഗത്ത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നമ്പർ കീബോർഡ് വരുന്നതാണ്. അതിൽ നിങ്ങൾക്ക് ആ അക്കൗണ്ട് നമ്പറിലേക്ക് എത്ര രൂപയാണോ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് ടൈപ്പ് ചെയ്ത ശേഷം ആ റൈറ്റ് സൈഡിൽ കാണുന്ന പച്ച കളറിലുള്ള പേ എന്ന ബട്ടണിൽ പ്രസ് ചെയ്യുക. ഇനി ഇവിടെ നിങ്ങളുടെ UPI പിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള സ്ക്രീനാണ് വന്നിരിക്കുന്നത്. ആ കാണുന്ന നമ്പർ കീബോർഡിൽ നിങ്ങളുടെ UPI പിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ നേരത്തെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് UPI പിന്ന് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ഇനി ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോ ഓപ്പൺ ചെയ്ത് കാണുക. അതിൽ വിശദമായിട്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അത് കണ്ട് നിങ്ങൾക്ക് അതുപോലെ ചെയ്യാവുന്നതാണ്. എന്നിട്ട് ആ കീബോർഡിൽ തന്നെ റൈറ്റ് സൈഡിൽ താഴെയായി കാണുന്ന ആ വലിയ റൈറ്റ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളൊന്നും ചെയ്യേണ്ടതില്ല. ആ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത ആ ക്യാഷ് സെൻഡ് ആയി കഴിഞ്ഞു. ആദ്യത്തെ തവണ നമ്മൾ ബാങ്ക് അക്കൗണ്ട് നമ്പർ ഉപയോഗിച്ചുകൊണ്ട് ക്യാഷ് സെൻഡ് ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഓപ്ഷൻ വരിക.
ഇനി രണ്ടാമത്തെ തവണ മുതൽ നമ്മൾ ബാങ്ക് അക്കൗണ്ട് നമ്പർ ഉപയോഗിച്ച് ക്യാഷ് സെൻഡ് ചെയ്യാനായി ടു ബാങ്ക് എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു സ്ക്രീനാണ് വരിക. ഇവിടെ നമ്മൾ നേരത്തെ ആർക്കൊക്കെ അക്കൗണ്ട് നമ്പർ ഉപയോഗിച്ച് ക്യാഷ് സെൻഡ് ചെയ്തോ ആ നെയിമുകളൊക്കെ ഇവിടെ കാണാം. അവർക്ക് തന്നെയാണ് വീണ്ടും ക്യാഷ് സെൻഡ് ചെയ്യേണ്ടതെങ്കിൽ ആ നെയിമുകളിൽ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. അല്ല പുതിയൊരു ബാങ്ക് അക്കൗണ്ട് നമ്പറിലേക്കാണ് നിങ്ങൾക്ക് ക്യാഷ് സെൻഡ് ചെയ്യേണ്ടതെങ്കിൽ ആ താഴെ കാണുന്ന പ്ലസ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഇവിടെ നിങ്ങൾക്ക് എല്ലാ ബാങ്കുകളും നേരത്തെ കണ്ട പോലെ തന്നെ കാണാവുന്നതാണ്. അതിൽ ബാങ്ക് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ക്യാഷ് സെൻഡ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇത്രയുമാണ് ഈ വീഡിയോയിൽ. ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച വീഡിയോകളുടെ പ്ലേലിസ്റ്റുകളാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. അവയിൽ പ്രസ് ചെയ്ത് നിങ്ങൾക്ക് ആ വീഡിയോകൾ ഓപ്പൺ ചെയ്യാം. ഇതുപോലെ ഞങ്ങളുടെ യൂസ്ഫുൾ ആയ വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ക്യാമറാമാൻ സോണിയോടൊപ്പം മാർട്ടിൻ. ബൈ.